ഇന്ത്യൻ വിമാന കമ്പനികൾക്കും പ്രവാസികൾക്കും കനത്ത പ്രഹരം. ദുബായ് വിദേശ വിമാനങ്ങൾക്ക് ഒരു ദിവസം ഒറ്റത്തവണ മാത്രമായി സർവീസ് പരിമിതപ്പെടുത്തി. ഈ പുതിയ തിരിച്ചടി ഇന്ധനവില വർധന മൂലം വിമാന കമ്പനികൾ കടുത്ത സാമ്പത്തിക പ്രതിസന്ധി നേരിടുന്ന സമയത്താണ്. പശ്ചിമേഷ്യൻ യുദ്ധം കാരണം ആകാശത്ത് യാത്രാ പ്രതിസന്ധികൾക്ക് പരിഹാരമാകുന്നില്ല. ഇന്ത്യൻ വിമാന കമ്പനികൾക്കും പ്രവാസികൾക്കും കനത്ത പ്രഹരമേൽക്കുന്ന റിപ്പോർട്ടുകളാണ് ഓരോ ദിവസവും പുറത്തുവരുന്നത്. ഇപ്പോഴിതാ ദുബായ് വിദേശ വിമാനങ്ങൾക്ക് ഒരു ദിവസം ഒറ്റത്തവണ മാത്രമായി സർവീസ് പരിമിതപ്പെടുത്തിയെന്ന റിപ്പോർട്ടുകൾ കൂടെ വരുന്നു. പശ്ചിമേഷ്യൻ യുദ്ധ സാഹചര്യം മുൻനിർത്തിയാണ് ഈ നീക്കം. മെയ് 31 വരെയാണ് ഈ വിലക്ക് ഏർപ്പെടുത്തിയിരിക്കുന്നത്. ഇന്ത്യൻ വിമാന കമ്പനികളെയും പ്രവാസികളെയും ഈ നീക്കം ഒരുപോലെ ദോഷകരമായി ബാധിക്കും. അതായത് വിദേശ എയർലൈനുകൾക്ക് 20 മുതൽ മെയ് 31 വരെയാണ് നിയന്ത്രണമുള്ളത്. വിദേശ എയർലൈനുകൾക്ക് പ്രതിദിനം ഒരു സർവീസേ അനുവദിക്കൂ. കൂടാതെ ദുബായ് അന്താരാഷ്ട്ര എയർപോർട്ടിലും അൽ മക്തൂം അന്താരാഷ്ട്ര എയർപോർട്ടിലും നിയന്ത്രണം ഏർപ്പെടുത്തുന്ന വിവരം ദുബായ് അധികൃതർ അറിയിച്ചിരുന്നു. എമിറേറ്റ്സ് പോലെ ദുബായ് ആസ്ഥാനമായുള്ള വിമാന കമ്പനികൾക്ക് നിയന്ത്രണം ബാധകമല്ല. നടപടി ഇന്ത്യൻ എയർലൈനുകളുടെ വരുമാനം ഇടിയാൻ കാരണമാകുമെന്ന് തന്നെയാണ് വിലയിരുത്തൽ. കാരണം മറ്റ് ഏത് രാജ്യത്തെ വിമാന കമ്പനികളെക്കാളും കൂടുതൽ സർവീസുകൾ ദുബായിലേക്ക് നടത്താൻ ഇന്ത്യൻ കമ്പനികളാണ് പദ്ധതിയിട്ടിരിക്കുന്നത്. ഇന്ധനവില വർധന മൂലം വിമാന കമ്പനികൾ കടുത്ത സാമ്പത്തിക പ്രതിസന്ധിയാണ് ഇപ്പോൾ നേരിടുന്നത്. ആ സമയത്താണ് ഈ പുതിയ തിരിച്ചടിയും ഉണ്ടായിരിക്കുന്നത്. ഇന്ത്യയിൽ ഏകദേശം ഇരട്ടിയായാണ് വിമാന ഇന്ധനമായ ADFന്റെ വില വർദ്ധിപ്പിച്ചിരിക്കുന്നത്. ഡൽഹിയിൽ 1 കിലോ ലിറ്ററിന് 2.07 ലക്ഷം രൂപയ്ക്ക് മുകളിലാണ് നിലവിലെ വില വരുന്നത്. ഇതിനു പുറമെ പാക് വ്യോമപാത ഉപയോഗിക്കുന്നതിൽ നിന്ന് ഇന്ത്യൻ വിമാനങ്ങൾക്ക് വിലക്കുമുണ്ട്. പാശ്ചാത്യ രാജ്യങ്ങളിലേക്കുള്ള യാത്രയ്ക്ക് കൂടുതൽ ദൂരമുള്ള ആകാശപാതകൾ ഉപയോഗിക്കാൻ നിർബന്ധിതരാകുന്നത് ചെലവ് വീണ്ടും ഇരട്ടിയായി വർദ്ധിപ്പിക്കുന്നുണ്ട്. ദുബായ് ഏർപ്പെടുത്തിയ നിയന്ത്രണങ്ങൾ നീക്കാൻ ഇടപെടണമെന്നാണ് ഇപ്പോൾ ഇൻഡിഗോയും എയർ ഇന്ത്യയും സ്പൈസ് ജെറ്റും തുടങ്ങിയ പ്രമുഖ വിമാന കമ്പനികളുടെ ആവശ്യം. ഇതുമായി ബന്ധപ്പെട്ട് കേന്ദ്ര സർക്കാരിനോട് ചർച്ചകൾക്ക് നിർദ്ദേശം നൽകിയിട്ടുണ്ട്. ദുബായ് അധികൃതരുമായി ചർച്ച നടത്തണമെന്നും ചർച്ചകൾ പരാജയപ്പെട്ടാൽ എമിറേറ്റ്സ്, ഫ്ലൈ ദുബായ് തുടങ്ങിയ ദുബായ് വിമാന കമ്പനികൾക്ക് ഇന്ത്യയിലും സമാനമായ നിയന്ത്രണങ്ങൾ ഏർപ്പെടുത്തുന്നത് പരിഗണിക്കണമെന്നും മാർച്ച് 31 സർക്കാരിന് അയച്ച കത്തിൽ FIA ആവശ്യപ്പെടുന്നുണ്ട്. സി മലയാളം ന്യൂസ്. ഏറ്റവും പുതിയ വാർത്തകളും വിശേഷങ്ങളും വിരൽത്തുമ്പിലറിയാൻ സി മലയാളം ന്യൂസ് എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ലഭ്യം.